ബിജെപിയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും സംസ്ഥാന സെക്രട്ടറി 31 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങി എന്ന ശബ്ദരേഖ. കമ്മീഷൻ കൊടുത്ത സ്ഥാപന പ്രതിനിധിയുടെ ശബ്ദരേഖയുടെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. കൊടിക്കച്ചവടത്തിൽ കമ്മീഷൻ എന്നാണ് ആരോപണം. എന്റെ പൊന്നു ദൈവമേ, എന്താണെങ്കിലും കള്ളങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. ആദ്യം നമുക്ക് ആ കോൾ റെക്കോർഡ് ഒന്ന് കേട്ടാലോ. അഞ്ജലിക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ, പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ അവിടെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് എനിക്ക് ബാക്കി 465 എനിക്ക് തരണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പേയ്മെൻറ്റ് ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ജനയിൽ 31 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, അത് വർഷം കഴിഞ്ഞുകൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ദിവസമായില്ലേ, ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടി കമ്പനിയിലൊന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കമ്പനി ആപ്പാടെ നഷ്ടത്തിൽ നിൽക്കുവാണ്. നമുക്ക് ആപ്പാടെ കിട്ടുന്നൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. അതുപോലും ഇപ്പോൾ കിട്ടാതെ ഇപ്പം ആപ്പാടെ കൈനഷ്ടം വന്നുകൊണ്ട് നിൽക്കുക. എത്രയും പെട്ടെന്ന് ആ പൈസ ഒന്ന് ഫണ്ടൊന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഒന്ന് ചെയ്തു തരണേ. കലക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ചന്ദ്രശേഖർജി പറയുന്നത് ഇങ്ങനൊന്നും നടന്നിട്ടേ ഇല്ലെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരാണ് ഈ ക്യാഷ് ഒക്കെ അടിച്ചു മാറ്റുന്നതിന്റെ തലവനായിട്ട് വരുന്നത്? ഒന്ന് കമന്റിൽ പറയുക. എന്നാണെങ്കിലും ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഇതാ ഈ സീന്. ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ കണക്ക് ഫുള്ള് ഞാനാണ് ഇവിടെ ഏൽപ്പിക്കേണ്ടത്. ഒന്ന് സഹകരിക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോയാൽ നമുക്ക് ചെറുതായിട്ടൊക്കെ എടുക്കാം. ഉള്ള വിഹിതം ഞാൻ തരാം. ഈ അത്ത വിടുന്ന ഓണത്തിലല്ലേ, ക്രിസ്മസിനല്ലല്ലോ. അന്ന് വെള്ളപ്പൊക്കമല്ലായിരുന്നോ? ഇന്ന് ക്രിസ്മസിലേക്ക് മാറ്റി അത്തം. ഞാൻ നാട്ടുകാരെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? ക്രിസ്മസിന് എങ്ങനെ അത്ത വിടുന്നത്? അത് ഓണത്തിനല്ലേ. ഗിരിജേര് 500 രൂപ. അത്തം. പിന്നെ ഊഞ്ഞാലിട്ടത് 2500. ഊഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ല. അതെ, ഗിരിജേര് വീട്ടിലാണ് ഇട്ടത്. ഇത് ചേർക്കാൻ പറ്റത്തില്ല. 12,000 രൂപ. 12,000 രൂപ. ബാക്കി 6,000 രൂപ. അപ്പൊ ഇന്നലെ അടിച്ചത് ഒരു പെഗ്.